ശബരിമലയിൽ ഇന്നും ഭക്തജന തിരക്കാണ്. ഇനി വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കും. സന്നിധാനത്തും പരിസരത്തും നേരിയ മഴയുണ്ട്. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഇപ്പോൾ സന്നിധാനത്തെ കാലാവസ്ഥ അനുകൂലമായി തുടരുന്നുണ്ട്. മറ്റ് വിശദാംശങ്ങളും കൂടി. സ്വാമിശരണം ദിഗ, ഇപ്പോൾ ഈ സന്നിധാനത്തും പരിസരത്തും മഴ തുടരുക തന്നെയാണ്. രാവിലെ മുതൽ തന്നെ വലിയൊരു ഭക്തജന തിരക്ക് നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ അവരൊക്കെയും അങ്ങനെ കാത്തു നിൽക്കുകയാണ് അയ്യപ്പനെ ദർശിക്കുവാനായി. എന്തായാലും മഴ ഒരു പ്രതികൂല കാലാവസ്ഥയായി അങ്ങനെ തുടരുകയാണ്. ഈ ശബരിമലയിലും അതോടൊപ്പം തന്നെ പരിസരങ്ങളിലും എല്ലാം തന്നെ ഈ മഴ ഇങ്ങനെ രാത്രിയും ഈ ചാറ്റൽ മഴ തുടർന്നുകൊണ്ടിരുന്നു. ഇപ്പോഴും അതങ്ങനെ തന്നെ തുടരുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം 70,000-ഓളം ഭക്തജനങ്ങളാണ് ദർശനം നടത്താനായി ശബരിമലയിലേക്ക് എത്തിയത്. വരും ദിവസങ്ങളിലും ഈ തിരക്കിൽ വർധന ഉണ്ടാകും തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഓരോരുത്തരും അങ്ങനെ ശരണം വിളിയോടുകൂടി സന്നിധാനത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. 18ാം പടി ചവിട്ടി ഈ മഴയൊന്നും വകവയ്ക്കാതെ തന്നെ ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ആ ഒരു തിരക്ക് തന്നെയാണ് രാവിലെ മുതൽ ഇവിടെ അനുഭവപ്പെടുന്നത്. ആ ചാറ്റൽ മഴയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. എന്തായാലും ഇന്ന് ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ശബരിമലയിലേക്ക് എത്തുന്ന എല്ലാ ഭക്തജനങ്ങളും അവരൊക്കെ തന്നെ ഈ മഴയൊക്കെ അങ്ങനെ കാത്തുനിന്ന് ഒന്നിച്ച് കയറുന്നുണ്ട്. അപ്പോൾ ആ ഒരു തിരക്ക് നമുക്കിവിടെ എല്ലാം അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിലൊരു തിരക്ക് ഭക്തജനങ്ങളുടെ ഇപ്പോൾ ഈ ഫ്ലൈ ഓവർ വഴി ഈ സോപാനത്തിനരികേക്ക് ഭക്തജനങ്ങൾ എത്തുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെയധികം ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു യാത്രയിൽ അത് ഒന്നുമല്ല എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് ഓരോ ഭക്തരും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മഴ പെയ്യുന്നുണ്ടെന്നാലും കാലാവസ്ഥ അത്രത്തോളം പ്രതികൂലമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും ഭക്തജന തിരക്ക് അവിടെ തുടരുകയാണ്. എം മനോജാണ് അവിടെ നിന്നുള്ള വിശദവിവരങ്ങൾ നൽകിയത്.